നമസ്കാരം. എമ്പുരാൻ പടം കണ്ടു. ശരിക്കും ഒരു സൂപ്പർ ഡൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറെ നെഗറ്റീവ് റിവ്യൂവും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ലൂസിഫർ എന്നെ ഒരു 80% മാത്രം ഇഷ്ടപ്പെട്ടൊരു പടമാണ്. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. ലൂസിഫർ കഥയില്ല, ലൂസിഫർ എന്തോന്നിരിക്കുന്നത് ആ ഒരു സ്റ്റാർഡം, മോഹൻലാൽ എന്ന് പറയുന്ന സ്റ്റാർഡത്തിനെ മാത്രം യൂസ് ചെയ്ത ഒരു ഇമോഷണൽ കണക്ഷൻ ഒരു പരിധിയിലപ്പുറം നമുക്കത് പോകാൻ പറ്റത്തില്ല. ഇപ്പം ദൃശ്യം കണക്കോ അല്ലെങ്കിൽ പുലിമുരുകൻ കണക്കോ അല്ലെങ്കിൽ താഴോട്ട് വന്ന നരസിംഹം കണക്കോ ഒരു പടമല്ല ലൂസിഫർ എന്ന് പറയുന്നത്. ഒരു സ്റ്റാർഡത്തിന്റെ മാക്സിമം യൂസ് ചെയ്ത് ഇപ്പോൾ ജയിലർ കണക്കോ അല്ലെങ്കിൽ പേട്ട കണക്ക് ചെയ്ത ഒരു പടമാണ് ലൂസിഫർ എന്ന സമയത്ത്. അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഒരു മസാല ബോണ്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ IUF കേരള രാഷ്ട്രീയമാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ വരുമ്പം ഇന്നത്തെ സമകാലികമായ ഒരു ഇന്ത്യൻ രാഷ്ട്രീയവും അതിന്റെ കാര്യങ്ങളുമാണ്. അതിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് വെച്ചാൽ തിരക്കഥാകൃത്തിന്റെ ഒരു ബ്രില്യൻ്റ് ഉണ്ട്. കാരണം നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് ഈ ഇടയ്ക്ക് നടന്ന സംഭവമുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ മകൾ വേറൊരു പ്രസ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാര്യമുണ്ട്. സോ അതൊക്കെ നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ സമകാലികമായി കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന കാര്യങ്ങളാണ് എമ്പുരാനിൽ പ്രതിപാദിക്കുന്നത്. അതിനൊക്കെ തന്നെ ഖുറേഷി എബ്രഹാം ലൂസിഫറിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പടമാണ്. സോ ഖുറേഷി എബ്രഹാം അതിന്റെ ഗ്യാങ്ങും ഒരു വേൾഡ് പോലീസ് എന്ന് പറയുന്നത് നമ്മൾ അമേരിക്ക ഇന്റർപോളൊക്കെ ഒരു സർവലൻസിൽ നിർത്തുന്ന ഒരു ഗ്യാങ് ആ ഗ്യാങ്ങിന്റെ ആ ഒരു ഓറ എത്തിക്കാൻ പൃഥ്വിരാജിന് കഴിഞ്ഞു. അപ്പോൾ തന്നെ പടം വിജയിച്ചു കഴിഞ്ഞു നമുക്ക് 100% പറയാൻ പറ്റും. കാരണം ഓരോ സീനും ഇപ്പം ഒരു ഖുറേഷി എബ്രഹാം KA ഗ്യാങ് എന്നാണ് അതിൽ തന്നെ പറയുന്നത്. സോ ആ ഗ്യാങ്ങിന് ഒരു എൻട്രി, അതിനകത്ത് മോഹൻലാലിന്റെ ഒരു എൻട്രി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ഒരു എന്താ പറയുക ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുത്ത ഒരു എന്താ പറയുക ഇത്രയും ഒരു നരസിംഹത്തിന് നമ്മൾ പറഞ്ഞിട്ടില്ലേ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഉദിച്ചു വരുന്ന നായകനെന്ന്, അവതാരമൂർത്തിയുടെ പേര് നരസിംഹം എന്ന് പറയുന്നത് പോലെ ഖുറേഷി എബ്രഹാം ഹെലികോപ്റ്ററിന്റെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നൊരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഗൂസ് ബമ്പ് വരുന്നൊരു ഇതാണ്, ഒരു മൊമെന്റ് ആണ് ആ പാട്ടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ആ ഒരു എന്താ പറയുക സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന സീക്വൻസ് എല്ലാം ശരിക്കും ഒരു ഹോളിവുഡിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു ബാഡ് സൈഡായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ BGM ആണ്. ഒരു പടത്തിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു BGMന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ലൂസിഫർ നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ അവസാനത്തെ ഒരു പാട്ടും ആ ഒരു ക്ലൈമാക്സിന്റെ എൻട്രി തന്നെ ഒരു പാട്ടിലൂടെ വന്ന് ആ പാട്ടിലൂടെ അവസാനിക്കുന്നതായിട്ടാണ്. ശരിക്കും അത് ഭയങ്കര ഒരു ലൂസിഫർ എന്ന് പറയുന്നത് 2 മണിക്കൂർ 50 മിനിറ്റ് ഉള്ള ഒരു പടത്തില് ആ 2 മണിക്കൂർ 40 മിനിറ്റ് നമുക്ക് പലർക്കും പല ഒരു എക്സ്പെക്ടേഷനും വ്യൂ ഒക്കെയാണ്. പക്ഷെ ആ ഒരു അവസാനത്തെ 10 മിനിറ്റിലുള്ള ഒരു സീക്വൻസ് ഉണ്ട്, എബ്രഹാം ഖുറേഷിയുടെ വരവും ലാസ്റ്റ് ആയിട്ടുള്ള ക്ലൈമാക്സും കാര്യങ്ങളും. അതാണ് ശരിക്കും ആ പടത്തിനെ വേറെ ലെവലിൽ എത്തിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിനൊക്കെ സീക്വൻസ് എമ്പുരാനിലില്ല, അത് സത്യമാണ്. അതിനൊക്കെ തന്നെ ഈ BGMന്റെ പറഞ്ഞ കാര്യങ്ങൾ. സോ ഇത് രണ്ടും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മുരളി ഗോപി അദ്ദേഹത്തിന്റെ പാർട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാല് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മോഹൻലാലിനെ പറ്റി ഒരു അതിശയം വന്നു വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ സംസാരിക്കുന്നില്ല, കോട്ടിട്ട് വയ്യ എന്ന് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ പറയുന്ന ആൾക്കാർ ശരിക്കും 1972 ഇറങ്ങിയ ഗോഡ് ഫാദർ എന്നൊരു പടമുണ്ട്. ആ പടം ജസ്റ്റ് ഒന്ന് പോയി കാണുക. അതിലെ ആക്ടർ എങ്ങനെയാണ് ഇതൊരു ഗാങ്സ്റ്റർ ആണ്. ദൃശ്യത്തിലെ കണക്ക് ജോജൂട്ടി കണക്ക് എപ്പോഴും സംസാരിക്കുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിന് ഒരു വേൾഡിനെ നിയന്ത്രിക്കുന്ന അത്രയും വലിയൊരു ഗാങ്സ്റ്റർ സംബന്ധിച്ചോളം അദ്ദേഹം അത് പെർഫെക്റ്റ് ആയിരുന്നു. ആ റോളിന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് അദ്ദേഹം സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വരുന്നൊരു ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. അതിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും അത് അദ്ദേഹം ക്യാരി ചെയ്യുന്നത്, അത് ആ ഒരു ഓറ നമുക്കത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്കത് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. പിന്നെ പലരും പറയുന്ന കണക്ക് ഈ സ്റ്റീഫന്റെ ഒരു കേരള പോർഷൻ ആയിരുന്നു കൂടുതലെങ്കിൽ കുറച്ചുകൂടെ കൊള്ളായിരുന്നു. പക്ഷേ ഈ റൈറ്ററും സംവിധായകനും ആദ്യമേ പറഞ്ഞ കണക്ക് തന്നെ ഈ പടം എന്ന് പറയുന്ന ഒരു പ്രീക്വൽ കണക്കാണ്, സീക്വൽ ആണെങ്കിൽ കൂടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രഹാം ഖുറേഷിയുടെ സാഹിത്യൻ്റെയൊക്കെ ഒരു പഴയ ഒരു സ്റ്റോറി ആയിരുന്നു ഇതിനകത്ത് വരുന്നത്. സോ അത്തരത്തിൽ അത് പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ശരിക്കും വെയിറ്റ് ചെയ്യുന്നതിൻ്റെ പാർട്ട് 3 അവിടെ എന്താണ് ഇതിൻ്റെ ഒരു എൻഡ്, മൂവിയുടെ എങ്ങോട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നതെന്നൊരു ഒരു കാര്യം കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഗാങ്സ്റ്റർ വേൾഡിലുള്ള കാര്യമാണ്. ഓരോ ആൾക്കാർ ഫേക്കായിട്ട് മരണപ്പെട്ടു പോകുന്നു, പിന്നെ അത് ജീവിച്ചു വരുന്നു. ഇപ്പം നമ്മളെ ഈ സുകുമാരക്കുറുപ്പിനെ കണക്ക്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും ഈ ഗാങ്സ്റ്റർ വേൾഡിലൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, പല ബുക്കുകളിലും പല ന്യൂസുകളൊക്കെ ജസ്റ്റ് നോക്കിയാൽ മതി അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ റൈറ്റർ നല്ല രീതിയിൽ ഇതിനെ റിസർച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം നല്ലൊരു
തിരക്കഥ അദ്ദേഹത്തിന് എഴുതാൻ പറ്റിയിട്ടുള്ളത്. സോ ഓവറാൾ പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാൻ എന്ന് പറയുന്ന എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പം വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കത്തുമില്ല. കാരണം എൻ്റെ വ്യൂ ആണ്, അത് വേറൊരാളെ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അടുത്തൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നല്ലത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാതിരിക്കുക. കാരണം നമുക്കറിയാം, ഒരു 4 കോടി 5 കോടി രൂപയ്ക്ക് ഒരു പടം എടുത്ത് നമ്മൾ 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോയി കാണുമ്പം നമുക്കറിയാം അതൊരു നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് കാണുമ്പോഴും വലിയ വ്യത്യാസം കാണത്തില്ല. അതിനൊരു എഫക്റ്റ് ഇല്ല. ഇപ്പം നാട്ടിൻപുറത്ത് കാണുന്ന ഒരു പടം അത്രയേ ഉള്ളൂ. ചില ഫീൽ ഗുഡ് മൂവി ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം മഹാരാജ കണക്കോ അല്ലെങ്കിൽ ഇപ്പം മെയ്യഴകൻ കണക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പടങ്ങളുണ്ട്. തമിഴിലുള്ള പടങ്ങളാണ് ശരിക്കും ഈ നല്ല ഫീൽ ഗുഡ് മൂവി ആയിട്ട് ചേരുന്നത്. അല്ല മലയാളത്തിൽ ഇപ്പം നല്ലൊരു ഫീൽ ഗുഡ് മൂവി ഇല്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ഇല്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം കുറച്ച് വയലൻസും ഓഫീസർ ഓൺ ഡ്യൂട്ടി മാർക്കോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വയലൻസ് ആണ്. അതൊക്കെ എടുത്ത് ഫാമിലി ആയിട്ടൊന്നും തിയേറ്ററിൽ പോയി കാണാതിരിക്കുകയാണ് നല്ലത് അങ്ങനത്തെ മൂവികൾ. കാരണം അത് കാണുന്ന ഒരു ചെറിയ മൈൻഡുകൾക്ക് അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ വരും. അതൊരു മനസ്സിലായത്, അതൊരു ഇൻസ്പിറേഷനായി വരാനുള്ള ചാൻസ് ഉണ്ട്. അത്തരം മൂവികൾ കാണാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞ നല്ല ഫീൽ ഗുഡ് മൂവിയൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് പുറത്താണ്. പക്ഷേ അതിനൊക്കെ തന്നെയാണ് ഇത്തരം പടങ്ങൾ, ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാൻ കണക്കുള്ള പടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നമുക്ക് പോയി കാണുമ്പോൾ ഒരു ഇപ്പം ഇൻഡസ്ട്രിയലൊക്കെ ശരിക്കും ഐമാക്സിൽ മിസ് ചെയ്തു പോയി. അല്ലെങ്കിൽ രണ്ടാമത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ജനങ്ങളൊരു തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. രണ്ടാമത് ഐമാക്സിലൊക്കെ വന്ന് ആൾക്കാർ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. അതിനൊക്കെയാണ് എമ്പുരാൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എമ്പുരാനൊക്കെ തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. കാരണം ആ ഒരു വൈഡിൽ വേൾഡിലെ മൊത്തത്തിൽ നമ്മൾ ഹെബ്രാൻ ഖുറേഷിയും ഒക്കെ കാണുന്നൊരു വേറൊരു ഫീൽ തന്നെയാണ്. ദാറ്റ്സ് ഇറ്റ്.